കൊമ്പൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കൊമ്പൻസിന്റെ ഹൈദരാബാദ് ട്രിപ്പിന്റെ ആറാമത്തെ ദിവസം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ അകത്തളങ്ങളിലെ കാഴ്ചകൾ കാണാനാണ്. ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻട്രൻസിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ അകത്ത് കയറിയൊക്കെയാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ്, ഇങ്ങോട്ട് വരുന്ന കാഴ്ചയും അതുപോലെ തന്നെ അകത്തുള്ള കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. കൊമ്പൻസിന്റെ ഹൈദരാബാദ് ട്രിപ്പ് അങ്ങനെ ഇന്ന് ആറാമത്തെ ദിവസമാണ്. ഇന്നും കൂടി ഞങ്ങൾ ഹൈദരാബാദിലുണ്ട്. നാളെ രാവിലെ ഇവിടുന്ന് വീണ്ടും നാട്ടിലേക്ക് പുറപ്പെടും. തിരിച്ച് 2 ദിവസം കൊണ്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ ഇന്ന് ഹൈദരാബാദിൻ്റെ ബാക്കിയുള്ള സ്ഥലം കൂടി പോയി കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഹൈദരാബാദ് മൊത്തത്തിൽ ചുറ്റി കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഹൈദരാബാദിൻ്റെ ഹൈവേ റോഡിലൂടെ ഇങ്ങനെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ് ഇന്നത്തെ ആദ്യത്തെ യാത്ര. അപ്പോൾ ടൗണിലൂടെയാണ് യാത്ര. അപ്പോൾ ടൗണിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അല്ല, രാത്രി ഇതിലേക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ ഫുൾ ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സിറ്റി ആയിരുന്നു. പക്ഷെ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു തിരക്കൊന്നും, ഇവിടെ എന്തൊരു എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ് ഇവിടെ ഫീൽ ചെയ്തത്. അല്ലെങ്കിലും റോഡിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ സിറ്റിയുടെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാൻ നല്ല ഭംഗിയുണ്ട്. മേളിൽ കാണുന്നത് ഫ്ലൈ ഓവർ ആണ്. പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ഇതിലിങ്ങനെ ആൾക്കാർക്ക് നടക്കാനുള്ള ഫ്ലൈ ഓവറോട് വേറെ ഉണ്ട്. ഹൈവേ പോകുന്ന ഫ്ലൈ ഓവർ മേലുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള തിരക്ക് പിടിച്ച സിറ്റിയാണ്. ആ സിറ്റിയുടെ ഒരു ഭാഗത്തൂടെയാണ് കൊമ്പൻസ് ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയൊക്കെ ശരിക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഭയങ്കര പേടിയാണുണ്ട്. രാത്രിയൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിട്ട് ബൈക്കുകളാണ് ഭയങ്കരമായിട്ടുള്ളത്. കൂടുതൽ ബൈക്കുകളാണ്. പിന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷ, ടാക്സി, ഓട്ടോറിക്ഷ, വലിയ വാഹനങ്ങളോ കുറവാണ്. ബസ് അങ്ങനത്തെ സംഭവങ്ങളോ കുറവാണ്. ഈ കാണുന്ന പോലെ ഭയങ്കരമായിട്ട് 2 സൈഡിൽ കൂടിയും ബൈക്കുകൾ കയറി വരിക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെയാണ് ചിലപ്പോൾ അവർ കയറി വരിക. സിഗ്നലിൽ കാത്തു നിൽക്കുന്ന ബൈക്കുകളുടെ നിരയാണ് കാണുന്നത്. കംപ്ലീറ്റ് ബൈക്കുകളാണ്. നമ്മളിങ്ങനെ ലെഫ്റ്റും റൈറ്റും എടുത്തിട്ട് ഒരു ഹൈവേയിൽ നിന്ന് മറ്റൊരു ഹൈവേയിലേക്ക് ചാടി അങ്ങനെ കട്ട് ചെയ്ത് പോവാണ് കേട്ടോ. ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് 3.8 കിലോമീറ്ററാണുള്ളത്. അവിടുന്ന് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ ഡെസ്റ്റിനേഷനും നമുക്ക് അടുത്തടുത്ത് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഏറ്റവും കൂടുതലുള്ളത് രാമോജി ഫിലിം സിറ്റിയാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അകലത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈദരാബാദിൽ സെൻട്രൽ വന്ന് റൂം എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും അവിടുന്ന് എത്തിപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ്. അപ്പോൾ ഞങ്ങൾ 2 സ്ഥലത്ത് റൂം എടുത്തു. രണ്ടും ഏകദേശം ടൗണിൽ തന്നെ ആയിരുന്നു. ഒന്ന് വനസ്ഥാലിപുരത്തായിരുന്നു, ഇപ്പം മറ്റേത് ഹൈദരാബാദ് സിറ്റി തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയിരിക്കുകയാണ്. കോട്ടവാതിൽ എന്നൊക്കെ പറയുമല്ലോ. നമ്മളെ മുന്നിൽ കാണുന്ന പോലെ ഈ ഭീമാകാരമായിട്ടുള്ള ആ വൻമതിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇവിടെ സിഗ്നലൊക്കെ വെച്ചിട്ട് വാഹനങ്ങളെ കൺട്രോൾ ചെയ്യാണ്ട് ഒരു സൈഡിലേക്ക് മാത്രമാണ് വാഹനങ്ങൾ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ സിഗ്നൽ ഓണായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഏത് കാർ കൊണ്ടാണെങ്കിലും ഇതിൻ്റെ അകത്തുകൂടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. കണ്ടോ, കല്ലുകൾ വെച്ചിട്ട് വലിയ കരിങ്കല്ലുകൾ, മാർബിളൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നല്ല മനോഹരമായിട്ടുള്ള വലിയ കവാടങ്ങളാണ്. 2-3 കവാടങ്ങൾ കടന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഹൈദരാബാദിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമാണ്. ആളുകൾ തിങ്ങി താമസിക്കുന്ന ഈ ഏരിയയിലൂടെ ഈ ചെറിയ റോഡിലൂടെ നമുക്കിങ്ങനെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ താമസിക്കുന്ന അവരുടെ കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ മെയിൻ കവാടം. ഈ ഒരു ഗേറ്റ് കടന്നാൽ നമ്മൾ ഫോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുകയാണ് കേട്ടോ. കോട്ടയുടെ അടുത്തേക്ക് എത്താൻ പോകണം. നമ്മളെ മുന്നിൽ കാണുന്നതാണ് ആ കോട്ടയുടെ മതിൽ. അതിൻ്റെ അപ്പുറത്തേക്ക് മുകളിലേക്ക് ഒരുപാട് ദൂരേക്ക് നമുക്ക് കോട്ട ഇങ്ങനെ ആ കുന്നിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. കണ്ടോ, വലിയ
വലിയ മതിലുകളാണ് ഇതിൻ്റെ 4 പുറം. ഒരുപാട് ഉയരത്തിലുള്ള നല്ല കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് പഴക്കമേറിയ ഒരു നിർമ്മിതി. ഇവിടെയൊക്കെ നിറച്ച് ആളുകളാണ്, നല്ല തിരക്കാണ് രാവിലെ തന്നെ. ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കടയും അതുപോലെ തന്നെ ടോയ്സോ കിട്ടുന്ന ഫാൻസിയോ കിട്ടുന്ന ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അടച്ചിട്ടേക്കാണ്. നമുക്ക് ഇതിലൂടെ കയറി പോകാൻ പറ്റുമെന്നറിയില്ല. ആദ്യം നമുക്ക് വാഹനം ഒന്ന് പാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിംഗ് തിരഞ്ഞിങ്ങനെ നടക്കുകയാണ്. കൊമ്പൻസ് എല്ലാവരും പിന്നിൽ വന്നുകൊണ്ടിരിക്കുക. നല്ല വെയിലുമാണ്. അപ്പോൾ ആ വെയിലിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നത്. ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങണം. അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി ഇനി ഇവിടെ ഒന്ന് ഇരുന്നൊന്ന് വിശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ ഇവിടുത്തെ ഒരു തൊപ്പിക്കടയിൽ പോയിട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് ഈ വെയിലിന് ശരിക്കും എന്തൊരു തൊപ്പിയൊക്കെ വേണം കേട്ടോ, കാരണം ആരും വാങ്ങിക്കുന്നൊന്നുമില്ല. കാരണം നല്ല വെയിലാണ്, നല്ല ചൂടുള്ള വെയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ മുന്നിലേക്ക് പോയി നോക്കാം. ഇനി കാണുന്ന റോഡിലൂടെ നമുക്ക് വീൽ ചെയറൊക്കെ ഉരുട്ടിയിട്ട് ഇങ്ങനെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കോട്ടൻ്റെ ഗേറ്റ് കടന്ന് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പോയി കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അകത്ത് കയറിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അവിടെ ടിക്കറ്റ് ഒക്കെ ഉള്ളിലുണ്ട് എന്നാണ് പറഞ്ഞത്. കുട്ടികൾ ഒരുപാട് കാണുന്നു, സ്റ്റുഡൻസ് ഒരുപാട് വന്നിട്ടുണ്ടെന്ന് ഇവിടെ. അപ്പോൾ നമ്മളെല്ലാവരും ആ ഗേറ്റ് കടന്ന് കോട്ടൻ്റെ ഉള്ളിലേക്ക് വന്നു. നല്ല മനോഹരമായിട്ടുള്ള കല്ല് വിരിച്ച വഴികളിലൂടെ നമ്മൾ കൊമ്പൻസ് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് പോകണം. ചെറിയൊരു കയറ്റാണ്, അവിടെ തന്നെ ഉന്തി കയറ്റാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. എന്നാലും സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നിലേക്കുള്ള പരിപാടി എങ്ങനെയാണെന്ന് അറിയില്ല. നിറച്ച് കുട്ടികളാണ്, ഏതോ സ്കൂളിൽ നിന്നൊക്കെ ഒന്നിച്ച് വന്നിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കോട്ടൻ്റെ ഏകദേശം ഭാഗങ്ങൾ ഇവിടുന്ന് പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഭിന്നശേഷിക്കാർക്കും ഇവിടെ ടിക്കറ്റ് ഉണ്ട്, അത് ഫ്രീ ഒന്നുമല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത് മുന്നിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എങ്ങോട്ടാണോ പോകുകയെന്ന് അറിയില്ല, വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാവരും പോണതിൻ്റെ പിന്നിൽ ഇങ്ങനെ പോകാമെന്നുള്ളതാണ്. ഇവിടെ വലിയ ക്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുട്ടികളൊക്കെ വരിയായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ആ വരിയൊക്കെ കടന്നിട്ട് വേണം. അവിടെ ടിക്കറ്റ് മേടിച്ച് ചെക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വരി കടന്നിട്ട് വേണം മുന്നിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ടിക്കറ്റൊക്കെ കൊടുത്തു. ഇനി ചെറിയ ഗേറ്റിനുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറാറുണ്ട്. ഇവിടെയൊക്കെ അടിയിൽ കരിങ്കല്ല് വിരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് വല്ലാതെ ഉണ്ട്, ഈ കാണുന്ന പോലെ കണ്ടു. അപ്പോൾ വീൽ ചെയർ ഇങ്ങനെ ഉരുട്ടി പോകാൻ നമുക്ക് ഈ വൈബ്രേഷൻ കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറ്റും. ഈ കാണുന്നതിൻ്റെ വലിയ കവാടം കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള മെയിൻ കവാടം. അതൊരു ഭീമാകാരമായ കവാടമാണ് കേട്ടോ, വലിയ മരവാതിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള. പക്ഷേ ഇവിടെ നമുക്ക് ഭയങ്കര പ്രതിസന്ധി, നമുക്ക് എവിടെ പോയാലും ഉള്ളതാണ് ഈ സ്റ്റെപ്പ്. ഈ കാണുന്നതിൻ്റെ ഈ കവാടത്തിൻ്റെ അകത്തുള്ള കാഴ്ചയാണ്. നമ്മൾ ഈ പ്രവേശന കവാടം എന്നൊക്കെ പറയില്ല, പണ്ടത്തെ രൂപത്തിൽ പറയുകയാണെങ്കിൽ പടിപ്പുര എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം. നല്ല സെറ്റപ്പാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ അതിന് ഇറങ്ങി നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ് അവിടെ ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിൻ്റെ മുന്നിലേക്ക് വേറെ വലിയ സ്റ്റെപ്പുകൾ ഇനിയും വരുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ വലിച്ച് കയറ്റിയാണ് നമ്മളെ വിഷ്ണുവും ബിലാലും എല്ലാം. നല്ല ഉയരമുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ വലിച്ച് കയറ്റാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അവർ രണ്ടാളും നന്നായിട്ട് മെനക്കെട്ടിട്ട് തന്നെ നമ്മളെല്ലാവരെയും മുകളിലേക്ക് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടിയും ഒരുമിച്ച് വലിച്ച് കയറ്റുമ്പോൾ അവരും തന്നെ ക്ഷീണിക്കുമല്ലോ, അതുപോലെ നല്ല ചൂടുമാണ്. എന്തായാലും അവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റി. എല്ലാവർക്കും കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം പോകാമെന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ കാണുന്ന പോലെ ഒരാളെ കൊണ്ട് സ്വന്തമായിട്ട് വലിച്ച കയറാത്ത സ്റ്റെപ്പാണ്. അത്രയും ഹൈറ്റ് ഉണ്ട് സ്റ്റെപ്പിന്. ചെറിയ ഹൈറ്റ് ആണെങ്കിൽ ഒരാൾക്ക് വലിച്ച് കയറ്റാൻ പറ്റും. പക്ഷെ ഇത് ഹൈറ്റ് കൂടുതലാവുകൊണ്ട് തന്നെ നമുക്ക് വലിച്ച് കയറ്റാൻ പണിയാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഇതുപോലത്തെ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരെയും അവർ ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ ഈ കാണുന്ന വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ദൂരം പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നുണ്ട് കോട്ടൻ്റെ വലിയ പാറക്കല്ലുകൾ വെച്ചിട്ട്, മാർബിളൊക്കെ ആയിരിക്കും ഇത്. കാരണം ഇതൊരു ഗ്രാനൈറ്റ് കുന്നാണെന്നാണ് പറയുന്നത്. എത്രയോ വർഷങ്ങൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളൊരു കോട്ടയാണ്. അതൊരു ഗ്രാനൈറ്റ് കുന്നിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് കേട്ടത്. ഇതിൻ്റെ ചരിത്രം അറിയേണ്ടവർക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കംപ്ലീറ്റ് അറിയാൻ പറ്റും. ചരിത്രം നമ്മൾ പറയുന്നില്ല. ഇവിടെ കൊമ്പൻസൊക്കെ വർത്താനം പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ് വളരെ ഹാപ്പി ആയിട്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കോട്ടയുടെ മുകളിലേക്ക് വരെ, ആ മുകളിൽ കാണുന്ന ഒരു പള്ളിൻ്റെ മസ്ജിദിൻ്റെ ഒക്കെ മിനാരം കണ്ടോ, അതുവരെ നമുക്ക് കാണാൻ പറ്റും. അത്ര ഹൈറ്റിലേക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പരന്നൊരു മൈതാനമുണ്ട്. ഇവിടെ നമുക്ക് ആ കോട്ട ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കാരണം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കോട്ടൻ്റെ ബാക്ക് വശം ഫുള്ളായിട്ട് ആ ഫോട്ടോയിൽ കാണാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല മനോഹരമായിട്ടുള്ളൊരു പുൽമൈതാനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ കാണുന്ന നടപ്പാതയിലൂടെ കല്ല് വിരിച്ച പാതയിലൂടെ ഇങ്ങനെ പോകാം. ഒരു സൈഡ് നല്ല വൃത്തിക്ക് കട്ട ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിലൂടെ വീൽ ചെയറിന് സുഖമായിട്ട് പോകാൻ പറ്റും. മറ്റേ കട്ട വലിയ കല്ലാണ്, അതിലൂടെ പോകാൻ കുറച്ച് പ്രയാസമാണ്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണ്ടി വരും. അങ്ങോട്ട് ശരിക്കും ഒരു കയറ്റാണ്, ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് പോരാൻ പറ്റും. അതിനിടക്ക് കോട്ടയുടെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ പിന്നെ കരിങ്കൽ പാളി കൊണ്ട് നിർമ്മിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് പഴക്കമുള്ള ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ അകത്തൂടെയാണ് നമ്മൾ പോണത്. ഹാപ്പി ആയിട്ടുണ്ട്, നമുക്ക് എല്ലാ കാഴ്ചകളും വളരെ ഉഷാറായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ നിർമ്മിതി. വഴിയും കാര്യങ്ങളൊക്കെ എവിടെയും ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല, വീൽ ചെയറിൽ തന്നെ സുഖമായിട്ട് പോകാൻ പറ്റും. ഈ കല്ല് വിരിച്ച പാതയാകുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വൈബ്രേഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഉഷാറായിട്ട് കണ്ടിട്ട് വരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിലൂടെ ഇങ്ങനെ നടന്ന് ഒരുപാട് ക്ഷീണിക്കുമ്പോൾ നമുക്ക് ചാരി നിൽക്കാനും കൈയൊന്ന് പിടിച്ച് നിൽക്കാനും ഹാൻഡ് റെയിലോ കൊടുത്തിട്ടുണ്ടോ. അതുപോലെ തന്നെ പാത ഇങ്ങനെ മനോഹരമായി ഒരുക്കി വെച്ചേക്കാണ്. ഇവിടുന്ന് പല ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള കോട്ടയുടെ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ നിർമ്മിതിയൊക്കെ അത്രത്തോളം കാലം പഴക്കമുള്ളതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം അത്രയും ഭംഗിയിലാണ് അന്ന് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. കരിങ്കല്ല് ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ട് ആണ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. കരിങ്കല്ലാണോ ഇത് മാർബിളാണോ എന്ന് അറിയത്തില്ല കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു നിർമ്മിതിയാണ്. ഇങ്ങനെ കാണുന്ന പോലെ കോട്ടയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും കല്ലിങ്ങനെ പെറുക്കി 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 വെച്ചുണ്ടാക്കിയ പോലെയാണ്. അതുപോലെ തന്നെ ഏകദേശം 120 മീറ്ററോളം ഉയരമുള്ളൊരു വലിയ കുന്നാണിത്. ആ കുന്ന് തന്നെ മേളിൽ നിന്ന് താഴേക്കാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നല്ല പുൽത്തകിടി അതുപോലെ തന്നെ ഗാർഡനിങ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശ്രമിക്കാൻ പറ്റും. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നില്ല. കണ്ടോ, ഈ കോട്ടയുടെ ഓരോ ഭാഗത്തേക്കും നോക്കുമ്പോൾ അതിൻ്റെ ഓരോ കെട്ടിടങ്ങളിലും റൂമുകളും കാര്യങ്ങളും അങ്ങനത്തെ പല സംഭവങ്ങളും നമുക്ക് കാണാനായിട്ടുണ്ട്. ഇത് പറയുന്നത് ഇവിടെ ഒരു കൊട്ടാരം പോലെ ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലം കൂടിയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ കല്ലിങ്ങനെ നിലത്ത് വിരിച്ചത് ശരിക്കും നമുക്കൊരു വീൽ ചെയറിൽ ഉരുട്ടിപ്പോണ ആൾക്കാരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഈ ആർച്ച് രൂപത്തിലൊക്കെ ഉണ്ടാക്കിയ ഭംഗിയിൽ നിർമ്മിച്ച് വെച്ചിട്ടുള്ള കല്ലിങ്ങനെ ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കിയത് കണ്ടോ. എങ്ങനെയാണതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത് നമുക്കിങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ അത്ഭുതം തോന്നും അല്ലേ. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് എല്ലാ സ്ഥലത്തേക്കും വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ റാമ്പ് പോലെ മരത്തിൻ്റെ ഒരു വഴി നിർമ്മിച്ചു വെച്ചിട്ട്, അത് വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല നടക്കുന്ന ആളുകൾക്കും അതിലൂടെ തന്നെയാണ് നടന്നു പോകാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി ഇവിടെ ഉണ്ടാവുകൊണ്ട് കോട്ടൻ്റെ അകത്തൊക്കെ നമുക്ക് പോയിട്ട് കാണാൻ പറ്റും. ആ കാണുന്നതൊക്കെ പണ്ടത്തെ പ്ലംബിംഗ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ചൂടുവെള്ളം തണുത്ത വെള്ളമൊക്കെ ഒരേപോലെ കിട്ടിയ അന്നത്തെ കാലത്ത് തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ അന്നത്തെ എഞ്ചിനീയർമാർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സമ്മാനങ്ങളും കാര്യങ്ങളും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പണിയെടുക്കാത്ത ആൾക്കാർക്ക് നല്ല ശിക്ഷ കൊടുത്തിരുന്നൊക്കെ ഇവിടെ ഗൈഡ് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ചുടുവെള്ളം പച്ചവെള്ളമൊക്കെ വേറെ വേറെ കിട്ടുക എന്നൊക്കെ പറഞ്ഞൊരു അനുഭവം തന്നെയല്ലേ. അപ്പോൾ അത്ര നിർമ്മിതിയാണ് ഈ കോട്ടയ്ക്കുള്ളിൽ ഉള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും വീൽ ചെയറിൽ പോകാൻ ഇങ്ങനെ ഒരു വഴി ഉണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം ഇതില്ലായിരുന്നെങ്കിൽ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ തന്നെ പറ്റില്ല. കമ്പൻസൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ഇങ്ങനെ ഉരുട്ടി വരികയാണ്. അത്രയും നല്ലൊരു മരത്തിൻ്റെ വഴിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സ്റ്റെപ്പൊക്കെ റാമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് കയറിയപ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാരണം ഇത്രയും പഴക്കമുള്ളൊരു കോട്ട ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കൊമ്പൻസ് ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്ത് നല്ല ഇറക്കാണ്, അപ്പോൾ അവിടെയൊക്കെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് എല്ലാ സ്ഥലത്തും പോയി കാണാൻ പറ്റുക എന്നുള്ളതിനൊരു ഭാഗ്യമാണല്ലോ. അപ്പോൾ ഈ ഗോൽക്കൊണ്ട ഫോർട്ട് ശരിക്കും ഉള്ളിൽ കയറി കാണാൻ പറ്റുമോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മാത്രമാണ് അത് മാറിയത്. എല്ലായിടത്തും പോയിട്ട് ഉഷാറായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയൊരു അനുഭവം. സാധാരണഗതിയിൽ ഇത്തരം കോട്ടകളിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പുറത്തിരുന്ന് മാത്രമാണ് ഇതിൻ്റെ കാഴ്ചകൾ കാണാറ്. കാരണം അകത്തേക്ക് നമുക്ക് കയറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല. അതിന് പകരം ഇവിടെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഈ ഒരു റാമ്പ് പോലെ മരം കൊണ്ട് ഒരുക്കി വെച്ചുകൊണ്ട് കൊമ്പൻസിന് ഇതിലൂടെ എല്ലായിടത്തും കൂടി പോയി കാണാൻ പറ്റും. ചില സ്ഥലത്തൊക്കെ ഇതിങ്ങനെ പൊട്ടിപ്പൊള്ളയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി ഭാവിയിൽ റിപ്പയർ ചെയ്യുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഈ കാണുന്ന പോലെ നമുക്ക് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം ഒരുക്കി വെച്ചുകൊണ്ട് മാത്രമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് പോയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മറ്റുള്ള ആൾക്കാർക്കും ഇതുപോലത്തെ കോട്ടകളൊക്കെ പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ ഉള്ള ഭരണാധികാരികൾക്ക് ഇതൊരു പാടാണ് ശരിക്കും കഴിഞ്ഞാൽ. ഇതുപോലൊരു റാമ്പ് ഒരുക്കി വെക്കുകയാണെങ്കിൽ ഒരു വഴി ഒരുക്കി വെക്കുകയാണെങ്കിൽ വീൽ ചെയറിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നടക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്കൊക്കെ ഇതേപോലെ സുഖമായിട്ട് പോയിട്ട് ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള പുരാതന വസ്തുക്കളുടെ നിർമ്മിതിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ചില ഭാഗങ്ങളിൽ
ഈ ചെരുവ് കുറച്ച് ഡീപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സ്വന്തമായിട്ട് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണം. അപ്പോൾ നമ്മളെ കൂടുതൽ ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കല്ല് വരുന്നിടത്ത് മാത്രം നമുക്കിന് ഉരുട്ടിപ്പോകാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് മാത്രമേ. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണല്ലോ അല്ലേ. ഹൈദരാബാദിൽ വന്നിട്ട് ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ കാഴ്ച കൊമ്പൻസ് അങ്ങനെ കണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ മുകളിലേക്ക് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എത്താൻ പറ്റുന്നിടത്തോളം സ്ഥലം ഞങ്ങൾ പോയി കാണുക, അതിനോടൊപ്പം തന്നെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഹൈദരാബാദിലൊക്കെ വന്നിട്ടൊന്ന് കണ്ടിട്ട് പോവുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലപ്പഴക്കം ഉണ്ടാവുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ്, അന്നത്തെ ഒരു കാലത്ത് നിർമ്മിതി എന്ന് പറയുമ്പോൾ തന്നെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അത്രയും ഭംഗിയോടെ നല്ല ഭംഗിയിൽ തേപ്പും പടവും കൊടുത്തിട്ട് നല്ല ആർച്ച് ഷേപ്പിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. അതിൻ്റെ മുകളിലുണ്ട് ആ തേപ്പ് പൊളിഞ്ഞു പോകുന്ന സ്ഥലത്ത് പാറക്കല്ല് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ കാണുന്നുണ്ടോ. അതുപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ പൈപ്പും ഹോളുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ കോട്ടക്കകത്തുണ്ട് എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് നിർമ്മിതിയിൽ അന്നത്തെ പണിക്കാർ പണിയെടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ വലിയൊരു നടുമുറ്റുണ്ട് കേട്ടോ. ഈ കോട്ടയുടെ അകത്താണിത്. ആ കോട്ട 4 പുറം അങ്ങനെ ചുറ്റി കിടക്കുകയാണ്. അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വലിയൊരു നടുമുറ്റുണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട് അത്. ഇനി ഇവിടെ താഴേക്ക് നമ്മൾ ഈ നടുമുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വേറൊരു റാമ്പ് കയറിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ അതിനായിട്ട് ഓരോരുത്തരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നടുമുറ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കല്ല് വിരിച്ച സ്ഥലങ്ങളാണ്. ആ കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട്, എന്തൊരു ഭംഗിയിലാണെന്നറിയോ. ഇപ്പോഴും അതിനൊരു കോട്ടം പോലും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് 11-ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയും കാലപ്പഴക്കം ഉണ്ടായിട്ടും ഇപ്പോഴും അതിനൊരു കോട്ടം പോലും പറ്റിയിട്ടില്ല എന്ന്. കുട്ടികളൊക്കെ ഇതിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത റാമ്പ് കയറിയിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കാണാനായിട്ട് പോവുകയാണ്. അത്രയും കാലം മുമ്പൊക്കെ ഇത്രയും ഭംഗിയിൽ ഇത് എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. കാരണം അത്രയും ഭംഗിയിലാണ് ഇതിൻ്റെ ഓരോ ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല കൊത്തുപണി പോലെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ ചുറ്റി നോക്കിക്കഴിഞ്ഞാലേ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഓരോ കവാടങ്ങളും ഓരോ ജനവാതിലുകളും അതുപോലെ തന്നെ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള സ്റ്റേജ് പോലത്തെ സ്ഥലങ്ങൾ, വലിയ വലിയ ഹാളുകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഏരിയ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നടന്നു വരുന്നുണ്ടോ. അങ്ങനെ ഒരുപാട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം നമുക്ക് കാണാനായിട്ടുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, തിരക്കായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങളാണ് സത്യം പറഞ്ഞാൽ ആദ്യം കയറിയിട്ടുള്ളത്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് വന്ന് കാണാൻ ഇവിടെ സൗകര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വീണ്ടും എടുത്ത് പറയാനുള്ളത്. നമ്മൾ വീൽ ചെയർ ഫ്രണ്ട്ലി ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള യാത്രയാണല്ലോ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സ്ഥലത്ത് വരാൻ കഴിഞ്ഞാൽ തന്നെ വളരെ സന്തോഷമുണ്ട് കൊമ്പൻസിന്. അപ്പോൾ നമുക്ക് ഇത്രയും ദൂരം വരാൻ പറ്റും കേട്ടോ. ആ കാണുന്ന ഒരു ഹോളോട് ഗേറ്റ് വെച്ച് അടച്ചു വെച്ചേക്കുന്നു, അതുവരെ നമുക്ക് വരാൻ പറ്റും. ഇപ്പം ഇത്രയും ഭാഗം നമ്മൾ വന്ന് കണ്ടു. ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ അവസാനത്തെ കാഴ്ചയും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചും മടങ്ങാണ് കേട്ടോ. അവസാനത്തല്ല, നമ്മളുടെ അവസാനത്തെ, നമുക്ക് വരാൻ പറ്റുന്ന എൻഡ് വരെ ഞങ്ങൾ വന്നു. അപ്പോൾ അതിനപ്പം തന്നെ മേളിൽ ഇതേപോലെ പോയിട്ട് മേളൊക്കെ പോയി വേണ്ട അവിടുന്ന് കിട്ടിയില്ലേ. ഇതേപോലെ പോയിട്ട് മേളത്തെ കാഴ്ചയുടെ കാണാൻ പറ്റും. പക്ഷേ അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇനി പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ്. കാണുന്ന പോലെ എല്ലായിടത്തും നമുക്ക് വീൽ ചെയറിലൊന്ന് കാണാൻ പറ്റും കേട്ടോ. ഫുള്ളായിട്ട് റാമ്പ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലായിടത്തും സുഖമായിട്ട് വീൽ ചെയറിൽ വന്ന് കാണാം. ഒരുപാട് ദൂരം ഈ കോട്ടൻ്റെ ഫുൾ ഭാഗങ്ങൾ, താഴത്തുള്ള ഫുൾ ഭാഗങ്ങൾ നമുക്കങ്ങനെ വീൽ ചെയറിലൊന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്നാലും വീൽ ചെയറിൽ വന്നാലും ഇവിടെ കറങ്ങി കണ്ട് കാഴ്ചകൾ പോകാം. അങ്ങനെ ഓരോ ഭാഗങ്ങളും കണ്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട്. ഇവിടെയൊക്കെ തണുപ്പ് വരുന്ന സ്ഥലത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വെയിൽ കൊണ്ടിട്ട് കുറച്ചിങ്ങനെ വന്നാൽ തളർന്നാൽ ഇതേപോലെ ഇരുന്നിട്ട് വിശ്രമിച്ചിട്ടൊക്കെ പോകാം. കംപ്ലീറ്റ് റാമ്പാണ് കേട്ടോ. ഇത് എല്ലാവരും ഇതിൽ തന്നെ കയറണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് റാമ്പ് ഉണ്ടാക്കിയൊന്നുമല്ല, എല്ലാവർക്കും നടന്ന് കയറാൻ വേണ്ടിയിട്ട് ചെരിഞ്ഞ പല കടിച്ച് വെച്ചേക്കും. അപ്പോൾ
അപ്പോൾ നമുക്കതുകൊണ്ട് വീൽ ചെയർ വന്നാൽ ഇതിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണാം, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് പോകാം. ഇങ്ങനത്തെ സ്ഥലം വരുമ്പോഴാണ് നമുക്ക് പ്രയാസം കേട്ടോ. ഇങ്ങനത്തെ സ്ഥലം വരുമ്പോൾ വീൽ ചെയർ ഓടിച്ചുകൊണ്ട് പോകാൻ പ്രയാസമാണ്. ഇപ്പോൾ കൊമ്പൻസ് ഫ്രണ്ട് വീല് പൊക്കിയിട്ട് വീൽ ചെയറിൽ പോവുകയാണ്. ഇനി നമ്മളാ ഇരുട്ട് നിറഞ്ഞ കോട്ടൻ്റെ അകത്തേക്കാണ് കയറുന്നത് കേട്ടോ. നമ്മൾ ഈ കോട്ടയുടെ ഓരോ ഭാഗങ്ങളോടും ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാലേ നമുക്കിങ്ങനെ തോന്നും അന്നത്തെ കാലത്ത് ഒരു യന്ത്രങ്ങളും ഇല്ലാതെ ഒരു മിഷനറി ഇല്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിച്ചതെന്നുള്ളത്. കാരണം അത്രയും ആളുകളെ കഷ്ടപ്പാടുണ്ടാവും ശരിക്കും. ഇതിൻ്റെ ഓരോ ചുമരുകളും ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വേറെ വേറെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കാണുകയാണെങ്കിൽ. എന്തായാലും ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരുപാട് രാജാക്കന്മാർ കൈമാറി വന്നിട്ടുള്ള ഒരു കൊട്ടാരമാണിത്. അപ്പോൾ ഈ കൊട്ടാരം നമുക്കെല്ലാവർക്കും വന്ന് കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് വീൽ ചെയറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ കാഴ്ചകളോ കാണുക, എപ്പോഴെങ്കിലും ജീവിതത്തിലൊരിക്കലെങ്കിലും വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതൊക്കെ. കോട്ടയുടെ ഉള്ളിൽ ഫുള്ളായിട്ട് റാമ്പ് നിർമ്മിച്ച ആൾക്കാർക്ക് ഈ ഫ്രണ്ടേജിലും കൂടി റാമ്പ് നിർമ്മിക്കാൻ എന്താണ് പ്രയാസം എന്ന് മനസ്സിലാണില്ല. എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ മനോഹരമായിട്ടുള്ള ഇരുമ്പിൻ്റെ ഭീമാകാരമായിട്ടുള്ള പടിവാതിൽ കടന്ന് ഞങ്ങളിതാ വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങി പോവുകയാണ് കൊമ്പൻസ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ കോട്ടൻ്റെ കാഴ്ചകളോ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇനി റൂമിലേക്ക് പോവാണ്. കോട്ടൻ്റെ ബാക്ക് വശം കണ്ടല്ലോ, നമ്മളിങ്ങനെ ഇറങ്ങി അതിലൂടെ ഇങ്ങനെ വരികയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇതിനകത്തുണ്ടായിരുന്നത്. ഒരുപാട് ദൂരം നമുക്കിപ്പോൾ ഒരു കാണാൻ പറ്റും. അപ്പോൾ കോട്ടൻ്റെ പുറത്തിറങ്ങിട്ടോ ഇനി റോഡിലൂടെ കുറച്ച് നേരം ഇങ്ങനെ പോകണം, എന്നാലും നമ്മൾ പാർക്കിങ്ങിൽ എത്തുക. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ തൊപ്പി അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കണമെങ്കിൽ സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഹൈദരാബാദിൽ വന്നിട്ട് നമുക്ക് ഇതുവരെ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഫുള്ള് വയറൊന്നും കേടാവാതിരിക്കാൻ വേണ്ടി ദോശയും പൂരിമയും കൂടിക്കായിരുന്നു. പിന്നെ എന്തായാലും തിരിച്ചു പോകല്ലോ. അപ്പോൾ ഹൈദരാബാദിൽ വരുമ്പോൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കണം എന്നുള്ളൊരു മോഹം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കാനായിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, ഹോട്ടൽ ഷാഗോസ്. അപ്പോൾ അങ്ങോട്ട് ബിരിയാണി തപ്പിയിട്ട് പോവാണ്. എവിടെയാണെന്നറിയില്ല, അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോണത്. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല ബിരിയാണി അവിടെ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ പോയി നോക്കാം. നമ്മളെ മുന്നിൽ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് കണ്ടോ, ഒരേ ഡിസൈനിലുള്ള കുറേ അപ്പാർട്ട്മെൻറ്റ് ഇപ്പുറത്തുണ്ട്. അതേ സംഭവം തന്നെ അപ്പുറത്ത് വലിയൊരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കൊമ്പൻസ് നാട്ടിലേക്ക് നാളെ രാവിലെ യാത്ര തിരിക്കും. ആദ്യം ഞങ്ങളൊരു 500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു സ്ഥലത്ത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വീണ്ടും ബാംഗ്ലൂരോ കടന്ന് ഗുണ്ടൽപേട്ട് വരെ ഓടും. എന്നിട്ട് ഗുണ്ടൽപേട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ വലിയ അപ്പാർട്ട്മെന്റുകളാണ് കേട്ടോ. രണ്ട് സൈഡിലും അപ്പാർട്ട്മെന്റുകളാണ്. നമ്മൾ വലിയൊരു ഓവർ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ പോണത്. ഈ ബിരിയാണിക്കുള്ള സ്ഥലത്തിന്റെ പേര് എന്താ പറഞ്ഞത്? ബിരിയാണി കിട്ടുന്ന ഹോട്ടലുള്ളത് ഗച്ചിബൗളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മളെ കോട്ടന്റെ അവിടുന്ന് ഒരു 11 കിലോമീറ്റർ ആണ് കാണിച്ചത്. ഹൈദരാബാദിലെ കിംസ് ഹോസ്പിറ്റലാണ് ആ കാണുന്നത് കേട്ടോ. മുന്നിൽ വലിയൊരു ബിൽഡിങ്. ഇവിടെ 2-3 വലിയ ഹോസ്പിറ്റലുകൾ നമ്മൾ കണ്ടായിരുന്നു. ഇത് കിംസ് ഹോസ്പിറ്റലാണ്. റോഡ് സൈഡിൽ തന്നെയാണ്, ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കാണുന്നത് വലിയ ബിൽഡിങ്. അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് ഫ്ലൈ ഓവറിൽ കയറിട്ടോ. മത്താപൂരിൽ എന്തോണ്ടല്ലോ ഫ്ലൈ ഓവർ കയറിയിട്ട് ഇങ്ങനെ പോവാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഇതിന്റെ ബാക്കിൽ കേട്ടോ. ഓരോ കമ്പനികളുടെ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ. അരേറ്റെ ഹോസ്പിറ്റല്
കണ്ട അതേപോലത്തെ ഡിസൈനുള്ള കുറേ ബിൽഡിങ്ങുകൾ ഈ സൈഡിലുണ്ട്. ഈ സാത്വ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടോ, അത് കുറേ ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഭംഗി കേട്ടോ. അത് കണ്ട് ഒരുപാട് ദൂരെ, പക്ഷെ കാണാത്ത രൂപത്തിൽ ഇവിടെ മറച്ചു വെച്ചു. അതാണ് വിഷയം. ഇവിടുന്ന് ഇങ്ങനെ ഒരുപാട് ദൂരേക്ക് നമുക്ക് കാണാൻ പറ്റും. ബിൽഡിങ്ങുകളാണ് കംപ്ലീറ്റ് കാണുന്നത്. നമ്മളിങ്ങനെ ഫ്ലൈ ഓവറിന് താഴത്തേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് വീണ്ടും മുന്നിലേക്ക് പോവാണ്. ഫുൾ ടൗണിലൂടെയാണ് ഓടുന്നത് കേട്ടോ. താഴെയും മേലെയും നടുവിലും സെൻട്രലിലും ഫുള്ള് റോഡാണ് കേട്ടോ. ഇവിടെ ഈ സൈഡിൽ റോഡ്, ഇതൊരു റോഡ്, അതിന്റെ മേലെ വേറെ റോഡ്. അപ്പൊ നമ്മളൊരു അണ്ടർപാസിലേക്ക് കയറാൻ പോവാണ്. ചെറിയൊരു അണ്ടർപാസ് ആണ്. ഇതിന്റെ മേളിൽ കൂടെ വേറെ ഹൈവേ പോകുന്നുണ്ട്. നമ്മളെ മുന്നിലെ കാണുന്ന മെട്രോ ആണ് കേട്ടോ. മെട്രോ സ്റ്റേഷൻ ഇവിടെ നിന്ന് എൻ്റെ ആവുകയാണെന്നുണ്ട്. നമ്മൾ കൊമ്പൻസിന്റെ വാഹനങ്ങളൊക്കെ ഹൈദരാബാദിന്റെ ടൗണിൽ കൂടെ ഇങ്ങനെ കറങ്ങി വരാനുണ്ടോ. അപ്പം ആദ്യമൊക്കെ വന്നപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ അവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ രണ്ടു ദിവസം അടുപ്പിച്ച് ഓടിച്ചപ്പോൾ ടെൻഷനൊക്കെ പോയി. അപ്പൊ കൊമ്പൻസ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗച്ചിബൗളി എന്ന് പറഞ്ഞ സിറ്റിയിലാണ് നമ്മളെ ഹോട്ടൽ വരുന്നത്. അപ്പം ഇനി അവിടെ പോയാൽ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഇറങ്ങി കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ട്. എന്നാലും പോയി നോട്ടെ. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് സിറ്റി കറങ്ങി ഇതാ നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയം. അപ്പോൾ ഷാഘോഷ് ഹോട്ടലൊക്കെ ബിരിയാണി കഴിക്കാൻ വന്നിട്ട് ഞങ്ങൾ പെട്ടു. പക്ഷേ വണ്ടി നിർത്താനും പറ്റില്ല. അവിടെ പാർസൽ മാത്രമാണ്, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പാർസൽ വാങ്ങി ഇങ്ങനെ പോയി നോക്കി എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാവരും ഓടിത്തളർന്ന് വന്നിട്ട് ബിരിയാണി കിട്ടിച്ചിട്ടാണ് വന്നത്. ബിരിയാണി കിട്ടില്ല. അപ്പോൾ തൽക്കാലത്തിന് ശമനത്തിന് വേണ്ടി കുൽഫി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. മദ്ദാപൂർ ടൗണിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ പോയതാണ്. അപ്പോൾ അത് പാർസൽ വാങ്ങിയിട്ട് പിന്നെ റൂമിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. മദ്ദാപൂർ സിറ്റി കൂടി അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. നല്ല തിരക്കായി റോഡിൽ. ഇപ്പോൾ സമയം ഇങ്ങനെ ഏകദേശം 3:19 ഇനി ഇങ്ങനെ തിരക്ക് കൂടി വരികയാണ് ചെയ്യുക. രാത്രിയൊക്കെ ആകുമ്പോഴേക്കും റോഡിൽ നല്ല തിരക്കായിട്ട് വരും. നമ്മൾ അങ്ങോട്ട് പോയ വഴി തന്നെയാണ് കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് വേറൊരു കാഴ്ച കാണാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും ഈ ബിൽഡിംഗ് ഒന്നും നമുക്ക് കണ്ടിട്ടില്ലല്ലോ. ഇതിൻ്റെ വേറെ രൂപമാണ് കണ്ടത്. ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരു വേറെ ഫീലാണ് കാണുന്നത് കേട്ടോ. മദ്ദാപൂർ ടൗണിലൂടെ അങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ എന്തൊക്കെ വലിയ കമ്പനീസാണ് കേട്ടോ. ഗാലക്സി ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരുപാട് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ഒരുപാട് മലയാളീസ് ജോലി ചെയ്യുന്നുണ്ട്. IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ കൂടുതൽ മലയാളീസിനൊന്നും കണ്ടിട്ടില്ല. കുറച്ച് പേരെ കണ്ടു. പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയപ്പോൾ അവിടെ കുറച്ച് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ കൂടുതൽ പേരൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ റോഡുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ് കേട്ടോ. ഒരു കുണ്ടും കുഴിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡുകളാണ് എല്ലായിടത്തുള്ളത്. അത് നമുക്ക് വലിയൊരു ഉപകാരമായി. നമ്മളൊരു എക്സ്പ്രസ് ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് നീളമുള്ളൊരു ഫ്ലൈ ഓവറാണ്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചയാണ്. എക്സ്പ്രസ് വേ ഇങ്ങനെ മുന്നിലേക്ക് പോവാണ്. നമ്മളിവിടെ എക്സിറ്റ് ആവാണ്. നമുക്കിനി ഇവിടെ വനസ്ഥാൽപുരത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ മുന്നിൽ ബാമ്പം ബ്ലോക്കാണ് കാണുന്നത് കേട്ടോ. വണ്ടികൾ കിടക്കുന്നുണ്ടോ. വൈറ്റ് പാലസ് ഫംഗ്ഷൻ ഹാൾ എന്നുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹൈദരാബാദ് ബിരിയാണി പാക്ക് ചെയ്ത് പാർസൽ കൊടുക്കുന്നതാണ് കേട്ടോ. അത് പൊട്ടിക്കാണ്. ഇതിൽ ചോറാണ്. ഇതിൽ അതിന്റെ കറിയാണോ ചിക്കനാണോ നല്ല ഇത് കറി ഇങ്ങനെ പാക്കാക്കി നമ്മള് ബിരിയാണി പൊട്ടിച്ച് വിളമ്പാനുണ്ട്. ചൂടൊന്നും അറിയിട്ടില്ല. 40 കിലോമീറ്റർ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ചൂടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടൊന്നും തീരെ അറിയിട്ടില്ല. നമ്മളെ ബിരിയാണി സെർവ് ചെയ്യാൻ കേട്ടോ. ഒരു പീസ് ഒരു സംഭവത്തിൽ 8 പീസ് ഉണ്ട്. പിന്നെ നല്ല ചോറുണ്ട്. നമുക്ക് 10 ആൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടുണ്ട്. നമ്മൾ കുറേ മുമ്പ് വാടുകയാണെങ്കിലും പിന്നെ
ഇവിടെ എത്തിയിട്ട് ചൂടാറിയിട്ടൊന്നുമില്ല. നല്ല എരിവുണ്ട്, നല്ല അടിപൊളി ബിരിയാണി. ഇറങ്ങി ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു കാര്യമുള്ള സാധനമാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റിസ്ക് എങ്ങനെയുണ്ട് ഹൈദരാബാദ് ബിരിയാണി? ഒരു ടച്ചിങ്സ് വേണ്ടിയിരുന്നു അല്ലേ? നല്ല ചിക്കൻ പീസ് ഉണ്ട്, നല്ല റൈസ് ഉണ്ട്, എല്ലാരും നല്ല എരിവുണ്ട് കേട്ടോ. അങ്ങനെ കൊമ്പൻസിന്റെ ഹൈദരാബാദ് ട്രിപ്പ് ഇന്ന് 7ാമത്തെ ദിവസം. ഞങ്ങൾ രാവിലെ ഹൈദരാബാദിലെ വനസ്ഥാലിപുരത്ത് നിന്ന് തുടങ്ങുകയാണ്. ഏകദേശം 3 ദിവസത്തോളം ഹൈദരാബാദിൻ്റെ എല്ലാ കാഴ്ചകളും മനോഹരമായിട്ട് കണ്ട് ഇന്ന് കൊമ്പൻസ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഹൈദരാബാദിൽ നമുക്ക് പോയി കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടു. അതിനോടൊപ്പം തന്നെ ഹൈദരാബാദ് ടൗണ് മൊത്തത്തിൽ കറങ്ങി കണ്ടിട്ടാണ് കൊമ്പൻസ് ഇന്ന് നാട്ടിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗമാണിന്ന്. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇവിടുന്ന് നാട്ടിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴി തന്നെയാണ് ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. കാരണം നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ വന്ന അതേ ഹൈവേ തന്നെയാണ് അങ്ങോട്ട് പോകുമ്പോൾ കാണാനുള്ളത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. എന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇത്ര ദിവസം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളത് വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങളെ അറിവിൽ ഇതുപോലെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ട് ഇടങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്ത ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇത്തരം ഇടങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ ഞങ്ങളും അതിൽ ഉൾപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് കൊടുക്കാൻ ഞങ്ങളും ഒരുക്കാണ്, ഞങ്ങളും തയ്യാറാവുന്നതാണ്. അപ്പോൾ കൊമ്പൻസിൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.